കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം, ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം. മാനസദസ്സിന് നമസ്കാരം. നാം ഇന്ന് ജീവിക്കുന്നത് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്. സാങ്കേതിക വിദ്യ, ശാസ്ത്രം, കൃത്രിമ ബുദ്ധി എന്നിവ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഈ മാറ്റത്തിനിടയിലും നാം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് മാറേണ്ടത്? യഥാർത്ഥത്തിൽ എന്താണ് മാറരുതാത്തത്? ഈ ചോദ്യങ്ങൾക്ക് പിന്നിലേക്ക് ഇതിനുള്ള ഉത്തരം തേടി നാം എത്തുമ്പോൾ നാം ചെന്നെത്തി നിൽക്കുന്നത് ഒരു മഹത് വ്യക്തിത്വത്തിലേക്കാണ്. അതാണ് ഒരു നവോത്ഥാന നായകൻ, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. ഒന്നോർത്തു നോക്കൂ, അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്ര അർത്ഥവത്തായിരുന്നു. എപ്പോഴും സ്ഥായി ഭാവമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കെന്നും ഒരു പ്രചോദനമായിരുന്നു. വിശുദ്ധ ചാവറയച്ചൻ ഇപ്രകാരം പഠിപ്പിച്ചു: കുടുംബമാണ് ഒരു മനുഷ്യന്റെ ആദ്യ വിദ്യാലയം. ആ വിദ്യാലയത്തിലെ ഗുരുക്കന്മാർ അവരുടെ മാതാപിതാക്കൾ തന്നെയായിരിക്കണം. കൂട്ടായ്മകള്, കുടുംബ പ്രാർത്ഥനകൾ, വീട്ടിലെ സന്ധ്യാദീപം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം, അവരുടെ ഇടയിലുള്ള ഐക്യം, ഇവയെല്ലാം ഇന്നും എന്നും പ്രസക്തമാണ്. കാരണം മാറുന്ന ഈ കാലഘട്ടത്തിൽ മാറാത്തതായി ഒന്ന് മാത്രമേ ഉള്ളൂ, അത് കുടുംബങ്ങളുടെ മൂല്യമാണ്. മാറുന്ന ഈ കാലഘട്ടത്തിൽ ഒരുവൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ഏകാന്തത അനുഭവിക്കുമ്പോൾ അവനെ പിടിച്ചുയർത്തുന്നത്, ശക്തിപ്പെടുത്തുന്നത് ഈ കുടുംബത്തിലെ സ്നേഹമാണ്. യന്ത്രങ്ങൾ ചിന്തിക്കുന്നു, റോബോട്ടുകൾ മനുഷ്യനെ അനുകരിക്കുന്നു. ഒന്നോർത്തു നോക്കിയാൽ ഈ മാസ്മരികമായ ഈ യുഗത്തിൽ ഇതിന് പിന്നിലെല്ലാം ഒരു വലിയ വിപത്ത്, ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നു. എന്തോ മനുഷ്യരായി നാം അത് കാണാതെ പോകുന്നു, അല്ലെങ്കിലും കണ്ടിട്ടും കാണാത്തതുപോലെ പോകുന്നു. ആ വിപത്ത് ഇത്രമാത്രം: മനുഷ്യൻ മനുഷ്യനെ മറക്കുന്നു. മനുഷ്യൻ മനുഷ്യത്വമില്ലാതെ മറ്റുള്ളവരോട് പെരുമാറുന്നു. വിശുദ്ധ ചാവറയച്ചൻ സ്കൂളുകൾ സ്ഥാപിച്ചത് വെറും വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മാത്രമായി ഒതുങ്ങാനല്ലായിരുന്നു. നല്ലവരായ മനുഷ്യത്വമുള്ള കുറച്ച് യുവജനങ്ങളെ, കുറച്ച് കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാൻ വേണ്ടിയായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ആ യുവജനങ്ങളാണ് നാളെയുടെ വാഗ്ദാനങ്ങളായി, തീപ്പൊരിയായി ഈ ലോകത്തെങ്ങും പ്രശോഭിക്കേണ്ടിയിരുന്നത്. ആധുനിക കാലഘട്ടം എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പിന്നാലെ, ലൗകികമായതിന് പിന്നാലെ, ജഡികമായ ആസക്തികൾക്ക് പിന്നാലെ, ശരീരത്തിന്റെ തൃഷ്ണകളുടെ പിന്നാലെ പായുമ്പോൾ നാം മറന്നു പോകുന്ന ഒന്നാണ്: അവരനെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. അതാണ് ചാവറയച്ചൻ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു നൽകിയത്. നിന്നെ വാർത്തെടുത്ത നിന്റെ ദൈവത്തെ മാറ്റി നിർത്തി നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, നീ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നിന്നെ തകർച്ചയുടെ പടുകുഴിയിലേക്കാണ് തള്ളിയിടുന്നത് എന്ന് നീ മറന്നു പോകരുത്. ഓർമ്മിക്കുക, നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ നാം മനുഷ്യരായി ജീവിക്കേണ്ടതാണ്. മനുഷ്യർ എന്ന വെറും 4 അക്ഷരത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, മനുഷ്യത്വം നിറഞ്ഞതായിരിക്കണം ഒരു വ്യക്തിയുടെ ഉള്ളിലെ ജീവിതം. ആ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നവയായിരിക്കണം. ആ ജീവിതത്തിലൂടെ നമുക്ക് അവരെന്നെ സഹായിക്കാൻ കഴിയണം. മാറുന്ന ലോകത്തിൽ മാറാത്ത കുടുംബങ്ങളുടെ മൂല്യവുമായി ചാവറയച്ചന്റെ ദർശനങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ സാധിക്കണം. പ്രിയ കൂട്ടുകാരെ, ലോകം മാറട്ടെ, സാങ്കേതിക വിദ്യ വളരട്ടെ, മനുഷ്യർ AI-നെ ഭരിക്കട്ടെ, അതുവഴി നമുക്ക് സഹായങ്ങൾ മാത്രമായി തീരട്ടെ. നല്ലയപ്പന്റെ ചാവറയിലെ ദർശനങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. അത് മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുവാൻ നമുക്കേവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു.